അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. മറഞ്ഞിരുന്ന ആന ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തിയാണ് ആനയെ കാട് കയറ്റിയത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, ഈ ആന ഈ ബസ്സിനെ ആക്രമിച്ചോ? അതിരപ്പള്ളി ആനക്കയത്താണ് സ്വകാര്യ ബസ്സിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. മറഞ്ഞിരുന്ന ആന ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. വനം വകുപ്പ് സ്ഥലത്തെത്തിയാണ് ആനയെ കാട് കയറ്റുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ആന മറഞ്ഞിരുന്നത്. ബസ് അടുത്തെത്തിയപ്പോഴാണ് ആന പാഞ്ഞെടുത്തത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, ഈ ആന പുറകെ ഓടിയതല്ലാതെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടില്ലല്ലോ ബസ്സിന്? ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഇത്തരമൊരു ശ്രമം ഉണ്ടാകുന്നത്. അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ എന്നത് അന്തർ സംസ്ഥാന പാതയാണ്. അതായത് വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന മേഖലയാണ് അതിരപ്പള്ളി വാഴച്ചാൽ. അതുപോലെ മലക്കപ്പാറ വാൽപ്പാറയിലേക്ക് പോകുന്ന നിരവധി വിനോദസഞ്ചാരികൾ വാഹനങ്ങളിൽ പോവുകയും ബസ്സുകളിൽ പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാനയുടെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നത് നാം തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാലിൽ നിന്നും ഏകദേശം 5-6 കിലോമീറ്റർ അകലെയുള്ള ആനക്കയത്ത് വെച്ചാണ് സ്വകാര്യ ബസ്സിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. നിറയെ ഈറ്റക്കാടുകളാണ് ഈ പരിസരത്ത് മുഴുവൻ. ഈറ്റക്കാടുകളിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടങ്ങൾ ഈറ്റക്കാടുകൾക്കിടയിൽ തമ്പടിച്ച് നിന്ന് പെട്ടെന്ന് ആക്രമണം നടത്തുന്ന ഒരു രീതി പൊതുവേ ഉണ്ട്. പല ഘട്ടങ്ങളിൽ ഇത്തരം സംഭവങ്ങളുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ വലിയ വാഹനത്തിനെ തൊടാൻ കഴിയില്ല. അപ്പോഴേക്കും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ ഹോൺ അടിച്ചുകൊണ്ട് അതിവേഗത്തിൽ വാഹനം കടന്നു പോവുകയായിരുന്നു. ഏകദേശം 15 മിനിറ്റോളം റോഡിൽ കാട്ടാന നിലയുറപ്പിച്ചു. അതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് പിന്നീട് ഹോൺ അടിച്ചും മറ്റു രീതിയിലൂടെയും ആനയെ ഉൾക്കാട്ടിലേക്ക് അയറ്റിവിട്ടത്. ആനയ്ക്ക് മദപ്പാടിന് ലക്ഷണമുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബിനിൽ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.